തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നത്തിന്റെ ഇരയാണ് ജോയി എന്ന മാലിന്യത്തിനകത്ത് പണിയെടുത്ത് മരിക്കേണ്ടി വന്നയാൾ, അല്ലെങ്കിൽ അയാളുടെ രക്തസാക്ഷിത്വം. ആർക്കാണതിന്റെ ഉത്തരവാദിത്തം എന്ന ചോദ്യം കേരളം ചോദിക്കുമ്പോൾ കോർപ്പറേഷനും ഒപ്പം റെയിൽവേയും പരസ്പരം പഴിചാരുകയാണ്. സംസ്ഥാന സർക്കാർ തന്നെ മാലിന്യ നീക്കത്തിൽ അടിമുടി പരാജയമാണ് എന്ന വിമർശനം ഉന്നയിക്കുകയും കോർപ്പറേഷനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ. നമ്മുടെ സംസ്ഥാനത്തെ പല നഗരങ്ങളുടെയും അവസ്ഥ എന്താണ് എന്നറിയാം. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോടെന്ന കുപ്രസിദ്ധി ആർജിച്ച മാലിന്യത്തോടിൻ്റെ കഥ എത്രയോ കാലമായി കേരളം കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്നതിന് ഒരു രക്തസാക്ഷി ഉണ്ടായിരിക്കുകയാണ്. ഈ മാലിന്യ പ്രശ്നത്തിന് ആർക്കാണ് ഇതിന് കേരളത്തോട് മറുപടി പറയാൻ ബാധ്യതയുള്ളത്? ആരാണ് ശരിയാവണ്ണമുള്ള ഉത്തരവാദിത്വത്തിൻ്റെ കസേരയിൽ ഇരിക്കുന്നത്? ആരുടെ പിഴവാണ് ജോയിയെ മരണത്തിലേക്ക് തള്ളിയിട്ടത്? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മുടെ ഈ ചർച്ചയിൽ ശ്രീ സ്റ്റാൻലി ഡിക്രൂസ്, CPIM കൗൺസിലർ, അഡ്വക്കേറ്റ് ഗിരികുമാർ, BJP കൗൺസിലർ, ശ്രീ PC സിറിയക്ക്, മുൻ തമിഴ്നാട് ചീഫ് സെക്രട്ടറി. അദ്ദേഹം വിവിധ നഗരങ്ങളിൽ ഈ നഗര ആസൂത്രണവുമായി ബന്ധപ്പെട്ട ചുമതലകൾ വഹിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ CPM-ലേക്കാണ് ഞാൻ ആദ്യം. ശ്രീ സ്റ്റാൻലി ഡിക്രൂസ്, നോക്കൂ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു തോട്ടിലാണ് ഇത്രയധികം മാലിന്യങ്ങൾ, ടൺ കണക്കിന് മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയിരിക്കുന്നത്. ആ മാലിന്യ കൂമ്പാരത്തിൻ്റെ ഇടയിൽപ്പെട്ടാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത്. മരിച്ചത് ആ തോട്ടിലെ ഏത് പോയിന്റിൽ വെച്ചാണെന്നുള്ളത് വേറെ കാര്യം. ആ തോട് കോർപ്പറേഷനകത്തുള്ള ഒന്നാണ്. അതാവട്ടെ ഒരു മാലിന്യത്തിൻ്റെ തോടാണ്. അതിനുള്ള ഉത്തരവാദിത്വം പറയേണ്ടത് ആരാണ്? ശ്രീ സ്റ്റാൻലി. ഹലോ, കേൾക്കാമല്ലോ? ഹലോ, പറയട്ടെ? യെസ്, ഞാൻ കേൾക്കുന്നു. ഹലോ, യെസ്, കേൾക്കുന്നു ശ്രീ സ്റ്റാൻലി. നമസ്കാരം. ഈ ദാരുണമായ സംഭവത്തിൽ ശ്രീ ജോയിയുടെ കുടുംബത്തോട് അങ്ങേയറ്റം വേദനാജനകമായ ഈ അപകടത്തിൽ മരണപ്പെട്ട ജോയിയുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാം. വസ്തുതാപരമായി നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ശരിയാണ്. ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്നത് നഗരത്തിൽ 6.7 കിലോമീറ്ററാണ് നഗരസഭയുടെ ഭാഗമായി വരുന്നത്. അതിൽ 117 മീറ്റർ ഭാഗം റെയിൽവേയുടെ അണ്ടറിലൂടെ കടന്നു പോകുന്ന ഭാഗമാണ്. സ്വാഭാവികമായി ഈ സംഭവം നടന്നത് ആ ഭാഗത്താണ്. ഇപ്പോൾ ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അതൊരു വിഷയം ആ ഭാഗം ചൂണ്ടിക്കാണിച്ച് ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്നും ഞങ്ങൾ ഒഴിഞ്ഞു മാറുന്നില്ല. പക്ഷേ 2018 ശേഷം നാളിതുവരെ അവിടെ മാലിന്യം മാറ്റുന്നതിന് വേണ്ടി നഗരസഭ നൽകിയിട്ടുള്ള നിരവധി നോട്ടീസുകളുണ്ട്, നിരവധി യോഗങ്ങളുണ്ട്. അതിലൊന്നും ഉത്തരവാദിത്തപ്പെട്ട റെയിൽവേയുടെ ഒരാൾ പോലും പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഈ കഴിഞ്ഞ 7-ാം തീയതി വരെ നിരവധി നോട്ടീസുകൾ നൽകിയതിൻ്റെ ഭാഗമായാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ അല്ലെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ ഉന്നത അധികാരികൾ ഇത്തരത്തിൽ ഏതൊരു സുരക്ഷയും ഇല്ലാതെ 3 തൊഴിലാളികളെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം 40-ലധികം ലോഡാണ് ഒരു ദിവസം ഈ തൊഴിലാളിയെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മാറ്റിയത്. അത്തരം മാലിന്യ കൂമ്പാരം മാറ്റുന്നതിന് വേണ്ടി 3 തൊഴിലാളികളെ കേവലം ഒരു സുരക്ഷയും ഇല്ലാതെ ഇറക്കി വിട്ടത് റെയിൽവേയുടെ നേതൃത്വത്തിലാണ്. ഇത് പറയുമ്പോൾ നഗരസഭയുടെ ഉത്തരവാദിത്വത്തിലേക്ക് വരുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത്? നഗരസഭ റെയിൽവേയുടെ ഭാഗത്തേക്ക് കടന്നു വരുന്ന ആമയിഴഞ്ചാൻ തോടിൻ്റെ അവിടെ മെഷ് കൃത്യമായി വെച്ച് വെളിയിൽ നിന്ന് വരുന്ന മുഴുവൻ മാലിന്യവും നീക്കം ചെയ്യുന്നുണ്ട്. മറിച്ച് ഈ വരുന്ന മാലിന്യം ഈ പറയുന്ന റെയിൽവേയുമായി ബന്ധപ്പെട്ട യാത്രക്കാരുടെയും അവിടെ സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യവുമാണ് ഈ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതെന്ന് ഏതൊരാൾക്കും അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ കുന്നുകൂടിയിട്ടുള്ള മാലിന്യം മാറ്റുന്നതിന് വേണ്ടി നിരവധി പ്രാവശ്യമാണ് നഗരസഭ റെയിൽവേക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഒരു ഉത്തരവാദിത്വവുമില്ലാതെ റെയിൽവേയുടെ, അറിയാമല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അനുവാദമില്ലാതെ കടന്നു ചെല്ലുവാൻ സാധിക്കില്ല. 2018 തന്നെ ശ്രീ VK പ്രശാന്ത് മേയറായിരിക്കുമ്പോൾ റെയിൽവേയുടെ അനുവാദമില്ലാതെ കയറിയതിനെ സംബന്ധിച്ച് കേസ് കൊടുത്തവരാണ് റെയിൽവേ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് അതിൽ പരിമിതികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ ദാരുണമായ സംഭവത്തിന് ഉത്തരവാദി തീർത്തും ഇന്ത്യൻ റെയിൽവേയുടെ നെറുകെട്ട ഈ നിലപാട് റെയിൽവേയുടെ കരാർ ജോലിക്കിടെയായിരുന്നു അപകടം ഉണ്ടായതെന്ന വസ്തുത നമ്മൾ കാണുന്നു. ഞാൻ ചോദിക്കുന്നത് സ്റ്റാൻലി, ഇതിനകത്ത് റെയിൽവേ പറയുന്ന കാര്യം എന്താണ്?
റെയിൽവേ പറയുന്ന കഥ എന്താണ്? റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ പോർഷനിൽ മാലിന്യം സ്വയമേവ അടിഞ്ഞുകൂടുന്നതല്ല, മറിച്ച് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ് അത് എന്നതാണ്. ഒരു തവണ പോലും മാലിന്യ നീക്കത്തിന് ഞങ്ങളെ സമീപിച്ചിട്ടില്ല, ഞങ്ങൾക്ക് കത്ത് തന്നിട്ടില്ല. തെറ്റായ കഥയാണ് അവർ പറയുന്നതാണ് അവരുടെ വാദം. ഇനി പോട്ടെ, അതിലെ തർക്കം മാറ്റി നിർത്തിയാൽ തന്നെ ഈ റെയിൽവേയുടെ ഈ പറയുന്ന ബോട്ടിൽനെക്ക് പോർഷനിൽ മാത്രമേ ആമയിഴഞ്ചാൻ തോടിൽ മാലിന്യമുള്ളൂ. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങളുടെ അധീനതയിലുള്ള സ്ഥലത്ത് മാലിന്യത്തിന്റെ പ്രശ്നമില്ലേ? ബാക്കി എല്ലായിടത്തെയും മാലിന്യ പ്രശ്നം ആമയിഴഞ്ചാൻ തോടിൽ നിങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞതാണോ? ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. മാലിന്യം അപ്പുറം ഇപ്പുറം ഉണ്ടാകുന്ന മാലിന്യം കൃത്യമായി ഇടവേളകളിൽ മാറ്റുന്നതിനുള്ള സംവിധാനം നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. റെയിൽവേയുടെ കോമ്പൗണ്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത് മെഷ് വെച്ച് പുറത്തുനിന്നുള്ള മാലിന്യം അടിഞ്ഞുകൂടുന്നതിന് കൃത്യമായി മാറ്റുന്നതിനുള്ള സംവിധാനമുണ്ട്. ശുചീകരണ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തി അത് ചെയ്യുന്നുണ്ട്. മറിച്ച് റെയിൽവേയുടെ ഈ 117 മീറ്റർ ഭാഗം ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാ? അല്ലെങ്കിൽ റെയിൽവേ അദ്ദേഹം പറയുന്ന വാദം കേൾക്കൂ. നമ്മൾ ഈ ചർച്ചയിൽ ഇപ്പോൾ സ്റ്റാൻലി പറയുന്നത് എന്താണ്? റെയിൽവേയുടെ ഭാഗത്ത് മെഷ് വെച്ച് ഞങ്ങൾ തടഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ മാറ്റുന്നുണ്ട്. ബാക്കിയുള്ളത് റെയിൽവേയുടെ പോർഷനാണ്, അവിടെ തൊടാൻ റെയിൽവേ ആക്ട് പ്രകാരം കഴിയില്ല എന്നാണ്. ഇത് തന്നെ മേയർ പറയുന്നു, ഇത് തന്നെ സ്റ്റാൻലി പറയുന്നു, ഇത് തന്നെ മന്ത്രിയും പറയുന്നു. അവിടെ ആവട്ടെ കത്ത് കൊടുത്തിട്ടുണ്ട്. മന്ത്രി പറയുന്നത് പലതവണ റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർമാരെ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു, അവർ വന്നില്ല, ജൂനിയേഴ്സിനെ അയച്ചു എന്നാണ്. അപ്പോൾ റെയിൽവേ ചെയ്യേണ്ട പണി റെയിൽവേ പ്രോപ്പറായി ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു കരാർ കൊടുത്തിരിക്കുന്നു, പ്രോപ്പർ സംവിധാനങ്ങളില്ലാതെ തൊഴിലാളി ഇറങ്ങുന്നു, ഒരു തൊഴിലാളി ദാരുണമായി കൊല്ലപ്പെടുന്നു. നമ്മൾ ഈ വിഷയത്തെ മാത്രം എടുത്താൽ ഇത് കോർപ്പറേഷൻ ഒരാളെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തു എന്നെങ്ങനെ പറയാൻ കഴിയുന്നതാണ്? ഗിരികുമാർ, ഈ വിഷയത്തിൽ ശ്രീ സ്റ്റാൻലി ഡിക്രൂസും മന്ത്രിയും മേയറും മറ്റ് ഭരണാധികാരികളും പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അവിടെ പോയി അത് യാഥാർത്ഥ്യത്തോടു കൂടി കണ്ടിട്ടുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും. സ്റ്റാൻലി ഡിക്രൂസ് പറയുന്നത് അവിടെ റെയിൽവേയുടെ പ്രോപ്പർട്ടിക്ക് മുമ്പായിട്ട് അവിടെ കൃത്യമായി നമ്മളതിന് സ്ക്രീൻ ചെയ്യുന്ന രീതിയിൽ അവിടെ സ്ക്രീനിങ് ചെയ്ത് അതിനപ്പുറത്തേക്ക് അഴുക്ക് വേസ്റ്റുകൾ പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം പോയി ഇറങ്ങിയത് ആ തമ്പാനൂർ പോയിട്ടുള്ള മുഴുവൻ മാധ്യമങ്ങളും കണ്ടിട്ടുള്ളതാണ്. കോഫി ഹൗസിന് എതിർവശത്തായിട്ടുള്ള ആ ഓപ്പണിംഗ് ഭാഗത്ത് ഇറങ്ങുമ്പോൾ അവിടെ വന്നടിയുന്നത് റെയിൽവേക്ക് മുമ്പുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇത്രയും വേസ്റ്റ് കെട്ടിക്കിടന്ന് ഈ പറഞ്ഞ ഇദ്ദേഹം തന്നെ സമ്മതിച്ച 40 ലോഡ് മാലിന്യം ഉണ്ടായിരിക്കുന്നത്. ആ റെയിൽവേയുടെ ട്രാക്കോ റെയിൽവേയുടെ ഓപ്പണിങ്ങോ തുടങ്ങുന്നതിന് മുമ്പുള്ള പോർഷനിൽ നിന്നാണ് ഈ 40 ലോഡ് മാലിന്യങ്ങൾ എടുത്തിരിക്കുന്നത്. ആ 40 ലോഡ് മാലിന്യങ്ങൾ എങ്ങനെയാണ് റെയിൽവേയുടെ ഉത്തരവാദിത്വത്തിൽ വരുന്നത്? അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിലാണ് വരുന്നതെങ്കിൽ ഒരു പരിധിവരെ ഇവർ പറയുന്നത് സമ്മതിക്കാം, റെയിൽവേയുടെ അകത്ത് നിന്നാണ്. റെയിൽവേയുടെ അകത്ത് നിന്നാണെന്ന് പറയുന്നത് പോലും വാസ്തവവിരുദ്ധമാണ്. ഇന്നിപ്പോൾ ആ മൃതദേഹം കിട്ടിയ സ്ഥലത്ത് പോലും നമ്മൾ കാണുന്നത് എന്താണ്? റെയിൽവേയുടെ വേസ്റ്റുകളാണോ? വീട്ടിലെ ബെഡ്, വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങൾ, അതുപോലുള്ള മാലിന്യങ്ങളാണ് ആ വലയിൽ കുടുങ്ങിക്കിടന്നിരുന്നത്. ഈ ജോയി എന്ന് പറയുന്ന ആ വ്യക്തി അതിദാരുണമായി കൊല്ലപ്പെട്ട കേരളത്തിൻ്റെ മനസാക്ഷിയെ മുഴുവൻ 3 ദിവസമായി നമ്മളെല്ലാവരും മനമൊരുക്കി പ്രാർത്ഥിച്ചതാണ്. പക്ഷേ യാഥാർത്ഥ്യത്തോടു കൂടി നമ്മളിന്ന് അത് അംഗീകരിച്ചു. ഇത്രയും കാലം റെയിൽവേ കുറ്റപ്പെടുത്തിയ ഇവർ പറയുന്നു കേവലം 117 മീറ്ററാണോ ആമയിഴഞ്ചാൻ തോടിൻ്റെ പരിധി. ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നത് ഇവിടെ പലരും പറയാൻ മടിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. 3 കൈത്തോടുകൾ ചേർന്നിട്ടാണ് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് വരുന്നത്. ഉള്ളൂർ തോട്, പട്ടം തോട്, അതുപോലെ പഴവങ്ങാടി തോട്. ഈ പഴവങ്ങാടി തോട് എന്ന് പറയുന്ന ഭാഗത്താണ് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് ചെന്ന് കണ്ണമ്മൂല ചേർന്നിട്ടാണ്, കണ്ണമ്മൂലയിൽ നിന്ന് ആരംഭിക്കുന്ന സ്ഥലത്തിനെയാണ് യഥാർത്ഥത്തിൽ ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്നതും അത് ആക്കുളം കായലിലേക്ക് എത്തുന്നത്. ഈ പഴവങ്ങാടി തോടിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് വെള്ളയമ്പലത്തിനടുത്ത് നിന്നാണ്. വെള്ളയമ്പലത്തിന് അടുത്ത് നിന്ന് ഈ തമ്പാനൂർ വരെ എത്തുന്ന ഭാഗത്ത് ഈ 40 ലോഡ് മാലിന്യം ഈ 2 ദിവസം കൊണ്ട് മാറ്റിയിട്ടും ഇനിയും എത്രയോ ലോഡ് കണക്കിന് മാറിക്കിടക്കുന്നു. ഇത് യാത്ര ചെയ്യുന്നത് അത്രയും ഈ ഇറിഗേഷൻ്റെ തോടിൽ കൂടിയാണ്. ഈ ഇറിഗേഷൻ്റെ തോടിലേക്ക് വരുന്ന ഓടകളിൽ നിന്ന് കിട്ടുന്ന മാലിന്യമാണ് റെയിൽവേയുടെ അടിയിൽ പോയി ഡംപായത്. അതാണ് ഇന്നലത്തെ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമായി മാറിയതെന്ന് ഇവർ പറയുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് തന്നെയാണ്. ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ പലരും ചർച്ച ചെയ്യാൻ പോയ ഒരു കാര്യമുണ്ട്, ഈ തോട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച മന്ത്രിയൊക്കെ തന്നെ ഇത് പറയുമ്പോഴും ഇറിഗേഷൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഈ രക്ഷാപ്രവർത്തനത്തിന് കഴിഞ്ഞ 3 ദിവസം നിങ്ങളാരെങ്കിലും മാധ്യമ സുഹൃത്തുക്കൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഇവിടുത്തെ പൊതുജനം കണ്ടിട്ടില്ലല്ലോ. ഇറിഗേഷൻ്റെ വകുപ്പ് മന്ത്രി അവിടെ വന്നിരുന്നോ? ഇറിഗേഷൻ്റെ തോടിലാണല്ലോ ഇത് സംഭവിച്ചത്.
പിന്നെ അതിന്റെ തർക്കമുണ്ടായി, റെയിൽവേയുടെ ആണോ കോർപ്പറേഷന്റെ ആണോ ഇറിഗേഷന്റെ ആണോ. ശരി, അല്ല, മാലിന്യ നീക്കം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് പൊതുവിൽ നോക്കുമ്പോൾ റെയിൽവേയുടെ കാര്യത്തിൽ റെയിൽവേയുടെ സ്ഥലത്ത് റെയിൽവേക്ക് ചെയ്യാൻ കഴിയും. ഞാൻ ചോദിക്കുന്നത് ഗിരികുമാർ, ഇവിടെ റെയിൽവേ ഒരു റെസ്പോൺസിബിലിറ്റിയും എടുക്കുന്നില്ല എന്നത് ഇവര് തന്നെ പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് റെയിൽവേ ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്, ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യ നീക്കത്തിന്റെ ഉത്തരവാദിത്തം ഈ കോർപ്പറേഷനുണ്ട്. ആമയിഴഞ്ചാൻ തോട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. ഈ പറയുന്ന റെയിൽവേയുടെ 117 മീറ്ററിന് മുൻപ് തന്നെ ലോഡ് കണക്കിന് മാലിന്യമുണ്ട്, അത് മാറ്റേണ്ട ബാധ്യത ആർക്കുണ്ട്? കോർപ്പറേഷനുണ്ട്. അവിതർക്കിതം, തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ ജോയി ഇറങ്ങുന്നത് റെയിൽവേയുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇറങ്ങുന്നത്. റെയിൽവേയുടെ പോർഷൻ ക്ലീൻ ചെയ്യുക എന്നാണ് അവരുടെ ഉത്തരവാദിത്വവും. എന്നിട്ട് ഞങ്ങൾക്കിതിലൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾക്കിതിലൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് റെയിൽവേ പറയുന്നത് ശരിയാണോ? നിങ്ങൾ കോർപ്പറേഷനെ പറയുന്ന അതേ നാവ് കൊണ്ട് റെയിൽവേയുടെ ഭാഗത്തും പ്രോപ്പർ ക്ലീനിങ് ഉണ്ടായിട്ടില്ല. മേയർ ചോദിക്കുകയാണ്, റെയിൽവേയുടെ മാലിന്യം സംസ്കരിക്കുന്നത് എവിടെയാണ്? നിങ്ങൾക്ക് പ്രോപ്പർ മെക്കാനിസം ഉണ്ടോ? നിങ്ങൾക്ക് സംസ്കരണ പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ അത് എവിടെയാണെന്ന്. അതിനൊന്നും റെയിൽവേക്ക് മറുപടി ഇല്ലല്ലോ. റെയിൽവേയിലെ ADRM-ഉം DRM-ഉം ഒക്കെ മാധ്യമങ്ങളെ കണ്ടതാണ്. അവരെടുത്ത് മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞല്ലോ. അതിൻ്റെ സംസ്കരണ രീതികൾ എങ്ങനെയാണെന്ന് അകത്ത് കയറി പരിശോധിക്കാമല്ലോ. മാത്രമല്ല, ഇവിടെ ഈ പറയുന്നതിന് ഇന്നലെ വരെ മാധ്യമങ്ങളിൽ ശ്രീ VK പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ, അവിടുത്തെ മുൻ മേയർ, ഇപ്പോഴത്തെ MLA, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് എന്താണ്? 2015-ൽ, 2017-ൽ, 2019-ൽ, ഇപ്പോൾ 2022-ലും ഒക്കെ തന്നെ അവിടെ ക്ലീനിങ് നടന്നു എന്നുള്ളതാണ്. ആ ക്ലീനിങ് നടന്നിട്ടും ഇത്രയധികം വേസ്റ്റുകൾ റെയിൽവേയുടെ മാത്രമായിട്ട് അവിടെ വന്ന് ഡംപ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിലെ പൊരുത്തക്കേട് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രിമിസസ് ഈ റെയിൽവേയുടെ അടിയിൽ കൂടി ഈ തുരങ്കം നിർമ്മിച്ചതും ഈ ഓട നിർമ്മിക്കപ്പെട്ടതൊന്നും റെയിൽവേ അല്ലല്ലോ. അതിനു മുമ്പ് തന്നെ ഈ തോട് നിർമ്മിക്കപ്പെട്ടു. അതിൻ്റെ പുറത്തൂടെ റെയിൽവേക്ക് സ്ഥലം അനുവദിച്ചു കൊടുത്തതും അതാത് സമയത്ത് ഭരണാധികാരികളാണല്ലോ. ഈ എന്തുകൊണ്ടാണ് നഗരസഭയുടെ ഈ പറയുന്ന ഈ നോട്ടീസും മറ്റുമൊക്കെ പറയുമ്പോഴും ഇത്രയും മാത്രം വേസ്റ്റുകൾ ആ റെയിൽവേയുടെ അകത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇവരാരും സമ്മതിച്ചു തരാത്തത് എന്തുകൊണ്ടാണ്? തുടക്കം മുതൽ റെയിൽവേ പഴിചാരുന്നതിനപ്പുറം ഇതിന് കൃത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരത്തിലേക്ക് വേണം ഭരണാധികാരികൾ എത്തേണ്ടിയിരുന്നത്. ഇത് ആദ്യത്തെ നിമിഷം മുതൽ എങ്ങനെയും റെയിൽവേ പഴിചാരി രക്ഷപ്പെടാമെന്നാണ് പറഞ്ഞത്. ഇനി റെയിൽവേയുടെ കുറ്റം കൊണ്ട് ഇത് മൊത്തം ഡംപ് ചെയ്ത് അകത്ത് കിടന്നിരുന്നെങ്കിൽ ആ മൃതദേഹം എങ്ങനെയാണ് അവിടെ നിന്നും 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയത്? അപ്പം വെള്ളമൊഴുക്കോ നീരൊഴുക്കോ ഇല്ലാതെ ഇത് മൊത്തം റെയിൽവേയുടെ പ്രശ്നം കാരണം അവിടെ തടസ്സപ്പെട്ട് കിടന്നിരുന്നുവെങ്കിൽ അവിടെ നിന്ന് തന്നെ മൃതദേഹം നമുക്ക് കിട്ടേണ്ടതല്ലേ? അതെ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒഴുക്കില്ല, ഇത് മൊത്തം റെയിൽവേയുടെ പ്രശ്നമാണെന്ന് പറയുന്ന നിങ്ങൾ തന്നെ അവസാനം 1 കിലോമീറ്ററിന് അപ്പുറത്ത് നിന്നാണ് ഈ മൃതദേഹം നമുക്ക് കിട്ടുന്നത്. റെയിൽവേയുടെ പ്രശ്നം തന്നെയാണ് വേസ്റ്റുകളുടെ അളവ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ട? റെയിൽവേയുടെ പ്രശ്നം തന്നെയാണ്. അല്ല, സ്റ്റാൻലി സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒരു തരത്തിൽ ഇടപെടുന്നില്ല. ഇതിനകത്തൊരു കാര്യമുള്ള സ്റ്റാൻലി അല്ല, റെയിൽവേയുടെ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കടന്നാൽ കേസെടുക്കും. റെയിൽവേയുടെ പോർഷൻ ക്ലീൻ ആക്കണം എന്നത് നിങ്ങളുടെ പോയിന്റ് ആണ്. റെയിൽവേയുടെ 117 മീറ്റർ നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല. നിങ്ങളുടെ പോർഷൻ ക്ലിയർ ആയിരുന്നോ? ഇപ്പൊ ഗിരി പറയുകയാണ് റെയിൽവേയുടെ 117ലേക്ക് കടക്കുന്നതിന് മുമ്പ് 40 മാറ്റേണ്ടി വന്നു. കാരണം അത് ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോർഷൻ ക്ലിയർ അല്ല. അത് റെയിൽവേയുടെ ഭാഗത്താണ് മാറ്റിയത്, അല്ലാതെ പുറത്തുനിന്നല്ല. അത് പച്ചക്കള്ളമാണ് പറയുന്നത്. റെയിൽവേയുടെ ഭാഗത്ത് എങ്ങനെ ഈ ശുചീകരണ തൊഴിലാളി അവിടെ വന്നു? നഗരസഭ ചുമതലപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി അല്ലല്ലോ. റെയിൽവേയുടെ ടണലിനകത്താണ് 40 മാറ്റിയതല്ല. തൊഴിലാളിയാണ് വീണത്. റെയിൽവേയുടെ ഭാഗത്തല്ലാത്തടത്ത് റെയിൽവേ ഏൽപ്പിക്കുന്ന തൊഴിലാളി എന്തിനാ പണിക്ക് വരുമല്ലോ. അപ്പൊ റെയിൽവേയുടെ ഭാഗത്താണ് ഈ തൊഴിലാളി ഇറങ്ങിയിട്ടുള്ളത്. റെയിൽവേയുടെ ഭാഗത്തു നിന്നാണ് ഈ ടണലിലേക്ക് അയാൾ അകപ്പെട്ടത്. അതിനുശേഷം നടന്ന രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ആ ടണലിനകത്തുള്ള 40 ലോഡ് മാലിന്യം നഗരസഭയുടെ നേതൃത്വത്തിൽ മാറ്റിയിട്ടുള്ളത്. ഗിരികുമാർ പറയുന്നത് പോലെയല്ല, ടണലിനകത്ത് രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി വലിയ തോതിൽ മാലിന്യം നീക്കിയപ്പോഴാണ് മൃതദേഹം ഒഴുകിപ്പോയതെന്നാണ്. ഏതെങ്കിലും ഒരു തവണ 117 മീറ്റർ ഭാഗം നഗരസഭ ക്ലീൻ ചെയ്ത് തരണമെന്ന് റെയിൽവേ ഇന്ന് വരെയെങ്കിലും ആവശ്യപ്പെട്ട ഒരു കത്ത് നഗരസഭയ്ക്ക് നൽകിയിട്ടുണ്ടോ? 2018-ൽ ക്ലീൻ ചെയ്തത് എത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയ അന്നത്തെ ഫ്ലഡിൻ്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷം ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ എത്രയോ പ്രാവശ്യം നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് കേവലം 3 തൊഴിലാളികളെ ഒരു സുരക്ഷാ മാനദണ്ഡമില്ലാതെ ആർക്കാണ് ടെൻഡർ കൊടുത്തതെന്ന് പോലും അറിയാതെ റെയിൽവേയുടെ നേതൃത്വത്തിൽ ഇറക്കിയത്. റെയിൽവേയുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ ഇറക്കുന്നത് എന്തായാലും ശ്രീ പത്മനാഭ തിയേറ്ററിൻ്റെ നടയിലായിരിക്കില്ലല്ലോ.
റെയിൽവേയുടെ കോമ്പൗണ്ടിനകത്താണ്, റെയിൽവേയുടെ ടണലിനകത്തുള്ള മാലിന്യം നീക്കാൻ വേണ്ടിയിട്ടാണ്. അത് പച്ചക്കൊള്ളം പൊതിഞ്ഞ് നാട്ടുകാരെ പറ്റിക്കേണ്ട സ്റ്റാൻലി, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ 40 ലോഡ് മാലിന്യം നീക്കിയതും ടണലിനകത്ത് നിന്നാണോ? അല്ല, ടണലിന്റെ ഭാഗത്ത് നിന്നാണ്. റെയിൽവേയുടെ മാധ്യമങ്ങൾ മുഴുവൻ കാണിച്ചല്ലോ. 2 ദിവസമായിട്ട് മാധ്യമങ്ങൾ മുഴുവൻ കാണിക്കുകയാണല്ലോ. ശരി, അല്ല ഗിരികുമാർ, ഈ ചോദ്യം നിങ്ങൾക്കില്ലേ? നിങ്ങൾ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയുടെ പ്രതിനിധിയാണ്. 2018 ശേഷം എപ്പോഴെങ്കിലും നഗരസഭയുമായി സഹകരിച്ച് ടണൽ വൃത്തിയാക്കി കളയാം എന്നൊരാലോചന റെയിൽവേക്ക് ഉണ്ടായിട്ടേ ഇല്ല. മറ്റൊന്ന്, റെയിൽവേ ഒരു കരാർ കൊടുത്ത് ശുചിയാക്കാൻ തീരുമാനിക്കുന്നു, ഒട്ടും പ്രൊഫഷണൽ അല്ലാതെ 3 പേരെ പിടിച്ച് നേരെ ഇറക്കുന്നു, അവർക്കുള്ള ഒരു സുരക്ഷാ മെക്കാനിസവും ഇല്ല, അതിലൊരാൾ ഇങ്ങനെ മരണപ്പെടുന്നു. അതിന് റെയിൽവേക്ക് ഒരു ഉത്തരവാദിത്വമില്ല. റെയിൽവേയോട് ചോദിക്കുകയും വേണ്ട, റെയിൽവേയെ സംരക്ഷിക്കണം, പറയുന്നത് മുഴുവൻ കോർപ്പറേഷനെയും മേയറേയും പറഞ്ഞാൽ മതി എന്നാണോ ഒരു റെസ്പോൺസിബിൾ പൊളിറ്റിക്കൽ പാർട്ടി എടുക്കേണ്ട പൊസിഷൻ? റെയിൽവേ അതിനകത്തൊരു ഉത്തരവാദിത്വം കാണിച്ചിട്ടില്ല. 2018 മുതൽ ഈ തദ്ദേശ സ്ഥാപനവുമായി സഹകരിച്ച് വൃത്തിയാക്കുക എന്ന ആലോചനയെ അവർക്കില്ല. അത് പറയണ്ടേ BJP? അല്ല, വേണ്ട രീതിയിൽ അന്വേഷണം നടത്തിയിട്ട് ആരുടെ ഭാഗത്താണ് കുറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തി ഉചിതമായ നടപടി സ്വീകരിക്കണം. പക്ഷേ ഇവിടെ പറയുന്നത് പച്ചക്കള്ളമല്ലേ? ഈ 2 ദിവസമായിട്ട് ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങളും അവിടെ നിന്ന് ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ പ്രിമിസസിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഓപ്പൺ ആയിട്ടുള്ള പോർഷനിൽ നിന്ന് തന്നെയാണ് ഇത്രയും മാലിന്യം JCB മറ്റും ഉപയോഗിച്ചുകൊണ്ട് ലോഡ് കണക്കിന് അവിടെ നിന്ന് മാറ്റിയത്. അത് റെയിൽവേയുടെ പ്രിമിസസ് തുടങ്ങുന്നതിന് മുമ്പ് റെയിൽവേയുടെ വേസ്റ്റ് ആണെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഇനി റെയിൽവേ മാറ്റേണ്ട വേസ്റ്റ് ആണെന്ന് നിങ്ങൾ തർക്കിക്കുമ്പോൾ അതുകൊണ്ട് അത് എവിടെയാണ് ഡംപ് ചെയ്യപ്പെട്ടത്? എവിടെയാണ് ഡംപ് ചെയ്യപ്പെട്ടത്? ആ ഡംപ് ചെയ്യപ്പെട്ടത് നിങ്ങൾ ഈ നെറ്റ് വെച്ചതും ആ ഭാഗത്ത് നിന്നാണ് ഇത്രയും കളക്ട് ചെയ്തിരിക്കുന്നത്. ആ നീരൊഴുക്ക് ഇപ്പം ഈ പറയുന്ന പോലെ ഒരു കാര്യം കൂടി വീണ്ടും ആവർത്തിക്കുകയാണ്. നീരൊഴുക്കാണ് തടസ്സപ്പെട്ട് മൊത്തം റെയിൽവേയുടെ അടിയിൽ നീരൊഴുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തമ്പാനൂരിലെ ആ തോടിൻ്റെ മുകൾ ഭാഗം അത്രയും ഓവർഫ്ലോ ചെയ്ത് കളയണം. വേസ്റ്റ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അവിടെ നീരൊഴുക്കൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവിടെ മുങ്ങി താണു പോയ ഒരു മനുഷ്യന്റെ മൃതദേഹം 1 കിലോമീറ്ററിന് അപ്പുറത്ത് നിന്ന് കിട്ടിയത്. ശരി, ഇന്നിപ്പോ തദ്ദേശ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, പ്രതിപക്ഷം ഉത്തരവാദിത്വമില്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് എങ്ങനെ ശ്രമിക്കാം? ഒരു മൃതദേഹത്തിന് വേണ്ടി ആളുകൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ പോലും സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പമാണെന്ന് ആരോപിക്കാൻ തിടുക്കം കാട്ടി പ്രതിപക്ഷ നേതാവ് എന്നാണ്. ഈ സ്പെസിഫിക് ഇഷ്യൂ എടുത്താൽ തന്നെ ഇതിനകത്ത് സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ സർക്കാരിനെയും അവിടുത്തെ മേയറേയും കുറ്റം പറയാൻ ഒരു ധൃതി കാണിച്ചു നിങ്ങൾ എന്ന വിമർശനത്തോട് എന്തു പറയും? നിഷാദ് വൈകുന്നേരം ഒരു ചായ കുടിച്ചാൽ ആ 12 രൂപയിൽ നിന്ന് ഒരു 3 രൂപ നികുതിയാണ്. അപ്പൊ ഈ ഇരിക്കുന്ന പാനലിസ്റ്റുകളൊക്കെ എന്ത് ചെലവഴിച്ചാലും അതിൽ നിന്നൊരു ചെറിയ പൈസ ടാക്സ് ആയി പോകുന്നുണ്ട്. ഈ ടാക്സ് കൊടുക്കുന്ന സമയത്ത് അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാമെന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ആ എഗ്രിമെന്റ് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അത് ഗവൺമെന്റിനുള്ളതാണ്, ഭരിക്കുന്ന ഗവൺമെന്റിനുള്ളതാണ്. മൃതദേഹം അപ്പുറത്താണോ ഇപ്പുറത്താണോ, വേസ്റ്റ് ഇത്രയാണോ, റെയിൽവേയുടെ കുപ്പിവെള്ളമല്ലേ എന്ന് പരിശോധിക്കുകയല്ല വേണ്ടത്. ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് സെറ്റിൽ ചെയ്യാൻ, അത് സോൾവ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായോ? ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ തന്നെ 2 പേർ തമ്മിൽ ചർച്ചയാണല്ലോ, ഒരാൾ റെയിൽവേയുടെ ഭാഗത്ത്, ഒരാൾ കോർപ്പറേഷന്റെ ഭാഗത്ത്. യഥാർത്ഥ ഇഷ്യൂ എന്താണ്? കാലങ്ങളായി അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യം അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? കത്ത് കൊടുത്തു. അങ്ങനെയാണോ? ഗവർണർ ഒരു കടലാസിൽ ഒപ്പിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ചെലവാക്കി കേസിന് പോകുന്ന ഗവൺമെന്റ് സംവിധാനമല്ലേ ഇവിടെയുള്ളത്? എന്തുകൊണ്ട് റെയിൽവേ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഇഷ്യൂ റേസ് ചെയ്യാൻ കേരള ഗവൺമെന്റിന് സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൂടെ നമ്മൾക്ക്? ആ ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെയും കാര്യമല്ല. തിരുവനന്തപുരത്ത് അങ്ങാടിയിൽ കൂടി അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർ പറയുന്നത് കേട്ടാൽ തോന്നും 117 മീറ്ററിൽ മാത്രമാണ് തിരുവനന്തപുരത്ത് പ്രശ്നമുള്ളത്, ബാക്കിയെല്ലാം സെറ്റാണ്, ബാക്കിയെല്ലാം ക്ലിയർ ആണ് എന്നാണ്. എങ്കിൽ ഞാനത് വാദം പിൻവലിച്ചു. തിരുവനന്തപുരത്ത് കൂടി വെറുതെ വല്ലപ്പോഴും ഒക്കെ നടന്നു പോകുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ. തിരുവനന്തപുരത്തിന്റെ മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ ഒരു ക്ലീൻ സിറ്റി ആണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് കോർപ്പറേഷൻ പറയാൻ സാധിക്കുമെങ്കിൽ ഒക്കെ നമ്മുടെ വാദം പിൻവലിക്കാം. ഇത് മുൻകൈ എടുക്കേണ്ടതാര ഗവൺമെന്റ്. അത് ഇവിടുത്തെ മാത്രമല്ല നിഷാദേ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്തുനിന്ന് ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ കത്ത് പോയിട്ടില്ല. ഇലക്ഷനിലായിരുന്നു. ജൂൺ മാസം 5-ാം തീയതി നമ്മൾക്കറിയാമല്ലോ, പിണറായി വിജയൻ 1 കോടി വൃക്ഷത്തൈകൾ നടുന്നു എന്ന് പറഞ്ഞ് എല്ലാ പത്രത്തിലും പരസ്യം കൊടുത്ത ഒരു ഇന്നലെ ഉണ്ടായിരുന്നു നമ്മൾക്ക്. ഇന്ന് പരിസ്ഥിതി ദിനം അറിഞ്ഞിട്ടില്ല കേരള ഗവൺമെന്റ്.
കേരള ഗവൺമെന്റ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? ഉറക്കത്തിലാണ്. അവരെ വിളിച്ചുണർത്താൻ ആർക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏതെങ്കിലും ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ നമ്മൾ ഇന്നലെ കണ്ടില്ലേ, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ലിഫ്റ്റിനകത്ത് എത്ര മണിക്കൂറാണ് രോഗി കുടുങ്ങിക്കിടക്കുന്നത്. ഏത് മേഖലയിലാണ് ജനങ്ങൾക്ക് ഗുണപരമായ രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ ടാക്സിന് എഗ്രിമെന്റ് പൂർത്തീകരിക്കുന്ന രീതിയിൽ ഗവൺമെന്റ് പെരുമാറിയിട്ടുള്ളത് എന്ന ചോദ്യമാണ്. അത് റെയിൽവേ ആയാലും ശരി, കോർപ്പറേഷൻ ആയാലും ശരി, ഈ രാജ്യത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യം ഒരു കാരണവശാലും ഒരു വികസിത രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് എനിക്കും നിഷാദിനും വിരുദ്ധ അഭിപ്രായമില്ലല്ലോ. ജോയ് അതിനകത്ത് കിടന്ന് മരണപ്പെട്ട് കിടക്കുമ്പോഴും അതിനകത്തേക്ക് ഇറങ്ങിയ ആളുകൾ, നമ്മൾക്കറിയാം നേവിയുടെ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥർ ആ ഇറങ്ങുന്ന സമയത്ത് ആ വാർത്ത കണ്ട നമ്മുടെ ഫീലിങ്സ് എന്താണ്? മറ്റൊന്നും വേണ്ട, ആ ഫീലിങ്സ് എന്താണ്? കേരളത്തിന്റെ തലസ്ഥാനത്ത് 140 MLA-മാരും കടന്നു പോകുന്ന അല്ലെങ്കിൽ മന്ത്രിമാർ കടന്നു പോകുന്ന, പൗരപ്രമുഖർ കടന്നു പോകുന്ന ഒരു പ്രദേശത്ത്, ആ പ്രദേശത്ത് കിടക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ കാണുമ്പോൾ ആ വെള്ളം മാത്രം ചിത്രമെടുത്ത് അത് കേരളത്തിലാണ് എന്ന് പോസ്റ്റ് ചെയ്യാൻ, നമ്മൾ ചില പാലങ്ങളുടെയൊക്കെ പോസ്റ്റ് ഇത് കേരളത്തിലാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ കേരളത്തിനകത്ത്. ലോകത്ത് എവിടെയെങ്കിലുമുള്ള വലിയ പാലത്തിന്റെ ചിത്രമെടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അവരോട് ചോദിക്കുന്നു, ഇതും കേരളത്തിലാണ് എന്ന് പറഞ്ഞൊരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ, ഇൻസ്റ്റയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ ഭരണപക്ഷം എന്ന് പറയുന്നില്ല, കേരളത്തിലെ ആരെങ്കിലും തയ്യാറാവുമോ? കേരളത്തിന് വേണ്ടി വികസന കാര്യത്തിൽ പുതിയ വഴികൾ വെട്ടിത്തെളിയിക്കുന്നു എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർ, മറ്റു സംസ്ഥാനങ്ങളുമായി എല്ലാ സൂചിക വെച്ചും വൈകുന്നേരം ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളുകൾ ആ മാലിന്യത്തിന്റെ 2 ദിവസത്തെ ലൈവ് ചിത്രം കണ്ടാൽ അത് കേരളത്തിനകത്താണ് എന്ന് പറയാൻ സാധിക്കുമോ? ഈ ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, വിജയ് ശരത്, ഈ സംസ്ഥാന സർക്കാരിന്റെ മാലിന്യ നീക്ക പ്രശ്നത്തിൽ നമുക്ക് വിമർശിക്കണം. ഉത്തരം പറയേണ്ട ഒന്നാമത്തെ ബാധ്യത സർക്കാരിനാണ്. പക്ഷെ ആമയിഴഞ്ചാൻ തോടിന്റെയും പാർവതി പുത്തനാറിന്റെയും ഒക്കെ പ്രശ്നത്തിന് ഒരു സമീപ ചരിത്രം മാത്രമല്ല ഉള്ളത്. പറയൂ നിഷാദ്, പറയൂ. ഞങ്ങളാണ് ഉത്തരവാദിയെങ്കിൽ പറയൂ, കോൺഗ്രസ് ആണ് ഉത്തരവാദി. അതാണോ നിഷാദ് പറയുന്നത്? അങ്ങനെയല്ല, ഞാൻ ഏതെങ്കിലും സ്പെസിഫിക് ആയി പറയില്ല. മാലിന്യ നീക്കത്തിനോടുള്ള നമ്മുടെ ഭരണകൂടങ്ങളുടെ സമീപനം മൊത്തത്തിൽ കുഴപ്പമാണ് എന്ന പ്രശ്നം അവിടെ ഉണ്ട്. അതുകൂടി കണ്ടിട്ട് വേണം നമ്മൾ ഈ വിമർശനം ഉന്നയിക്കാൻ. ഇപ്പൊ ഓക്കെ, ഓടുകൂടിയുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളം നയിക്കുന്നത്. ആണൊക്കെയാണ്, അതൊക്കെ കേരളം ഭരിക്കുന്ന ഒക്കെ പറയുമ്പോഴും തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലും ഒറ്റ മഴ കൊണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലും ഗതാഗതം താറുമാറാകും. വെള്ളം കെട്ടിയിട്ട് 2-3 പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. അപ്പോൾ മാലിന്യ നീക്കത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുന്നത് സീവേജ് വാട്ടറിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് പദ്ധതി ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴും സ്റ്റിൽ നമ്മൾ അനുഭവിക്കുകയാണ്. തിരുവനന്തപുരത്താണല്ലോ സ്റ്റാൻലി താങ്കളുള്ളത്. ഞാനൊന്ന് പറയാം. PC സിറിയക്ക് നേരത്തെ തമിഴ്നാട്ടിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. വിവിധ നഗരാസൂത്രണ പദ്ധതികളുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. സിറിയക്ക് തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നം നമുക്ക് പ്രത്യേകമായി എടുത്താൽ, ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ റെയിൽവേയുടെ ഒരു പോർഷൻ ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ ഒരു തൊഴിലാളി അതിൽ പെടുന്നു. അയാൾ നിർഭാഗ്യം മരിക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു കാരണം തേടുമ്പോൾ നമുക്ക് ഏതൊക്കെ വഴികളിലൂടെ പോവേണ്ടി വരും, എന്തൊക്കെ കാണേണ്ടി വരും, എവിടെയൊക്കെ ഫിക്സ് ചെയ്യേണ്ടി വരും സിറിയക്ക്? ഇതിപ്പോൾ ഇവിടെ നമ്മൾ 3 വിഭാഗത്തിലുള്ള ആൾക്കാർ പരസ്പരം സ്വയം പ്രതിരോധത്തിലായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ആരാണ് കുറ്റവാളിയെന്ന് നമ്മളിപ്പം പ്രത്യേകം നമ്മളിലെല്ലാവരും കൂടെ ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തുക അസാധ്യമാണ്. നമുക്കിപ്പോൾ പറയാനുള്ളത് പ്രധാനമായിട്ട് അവിടെ കാണുന്നത് മാലിന്യം ഓരോ വീട്ടിൽ നിന്നും ശേഖരിക്കാനും അത് സംസ്കരിച്ച് മറവ് ചെയ്യാനും ഒക്കെയുള്ള ചുമതല സംസ്ഥാനത്തിൻ്റെ നിയമം അനുസരിച്ച് മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കുമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഈ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഭരണഘടന അനുസരിച്ച് 3 തലത്തിലാണ് സർക്കാരുകൾ. കേന്ദ്ര സർക്കാരുണ്ട്, 2ാം തലത്തിൽ സംസ്ഥാന സർക്കാരുണ്ട്, 3ാം തലത്തിലുള്ള സർക്കാരുകളാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പോൾ ഇക്കാര്യം മാലിന്യ സംഭരണവും സംസ്കരണവും അതിൻ്റെ പ്രാഥമികമായ ചുമതല ഈ 3ാം തലക്കാർക്കാണ്. അത് സർക്കാരിൽ നിന്ന് എഴുത്ത് കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ മൺസൂണിന് മുമ്പ് ചെയ്യേണ്ട ക്ലീനിങ് ചെയ്തില്ല എന്നെല്ലാം പറയുന്നതിൽ അർത്ഥമില്ല. ഓരോരുത്തർക്കും അവരുടേതായ അധികാരങ്ങളുണ്ട്, അവരുടേതായ ചുമതലകളുണ്ട്. ഇതെല്ലാം നിയമത്തിനുള്ള വ്യവസ്ഥകളാണ്. ഈ വ്യവസ്ഥകളനുസരിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഞാൻ തിരുവനന്തപുരം നഗരസഭയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, ഇത് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവനുള്ള ഒരു രോഗമാണ്. നമ്മുടെ ഏത് നഗരം എടുത്താലും, തിരുവനന്തപുരം ആണെങ്കിലും കൊച്ചിയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും തൃശ്ശൂറാണെങ്കിലും മറ്റ് പഞ്ചായത്തുകളാണെങ്കിലും അവിടെയെല്ലാം മാലിന്യ സംഭരണവും സംസ്കരണവും ഒരു വലിയ കീറാമുട്ടിയായിട്ടൊരു വലിയ പ്രശ്നമായിട്ടാണ് ഇന്ന് ജനങ്ങളെ തുറച്ചു നോക്കുന്നത്. കേരളം മുഴുവൻ നമ്മൾ വലിയ സംസ്കാര സമ്പന്നരാണ്, വൃത്തിയായിട്ടും ശുചിയായിട്ടും കാര്യങ്ങൾ നടത്തേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയവരാണ്.
പക്ഷേ നമ്മുടെ ഇതിന് ഞാൻ മുനിസിപ്പാലിറ്റിയെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ്, മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തെയും കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ കുടുംബത്തെയും കുറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീട്ടിനകം നമ്മൾ ശുദ്ധമായിട്ട് കരുതുന്നു, എന്ത് മാലിന്യം ഉണ്ടെങ്കിലും പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഇതാണ് നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്കാരം. വാസ്തവത്തിൽ ഓരോ വീട്ടിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, ഭക്ഷ്യ അവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും, മണ്ണിൽ അലിയുന്നതും അലിയാത്തതും ഇന്ന് രണ്ടായിട്ട് വേർതിരിച്ച് മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ പഞ്ചായത്തിനോ അവർക്ക് ശേഖരിക്കാൻ വീട്ടുപടിക്കൽ വന്ന് ശേഖരിക്കണം. ഇതാണ് മുനിസിപ്പാലിറ്റി നിയമത്തിലും പഞ്ചായത്ത് നിയമത്തിലും ഒക്കെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രതിഫലമായിട്ടാണ് പ്രോപ്പർട്ടി ടാക്സും മറ്റും വസൂൽ ചെയ്യാൻ വേണ്ടി പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കൊക്കെ അധികാരം കൊടുത്തിരിക്കുന്നത്. ഈ അധികാരം കേരളത്തിൽ എത്ര പഞ്ചായത്തുകൾ ആത്മാർത്ഥമായി, എത്ര മുനിസിപ്പാലിറ്റികൾ ആത്മാർത്ഥമായി നിറവേറ്റുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുക വളരെ ദയനീയമായ ഉത്തരമായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ഒറ്റപ്പെട്ട സംഭവം, നമുക്ക് നിർഭാഗ്യകരമായ സംഭവം നടന്നിരിക്കുന്നു. അതിൻ്റെ കുറ്റവാളി ആരെന്ന് വിശദമായ അന്വേഷണങ്ങൾ നടത്തി കണ്ടുപിടിക്കട്ടെ, കുറ്റവാളികൾക്ക് ശിക്ഷയും കൊടുക്കട്ടെ. പക്ഷേ ഈ ഒരു അവസരം നമ്മൾ കേരളം മുഴുവനുള്ള മാലിന്യ സംസ്കരണ പ്രക്രിയ കുറേ കൂടെ കാര്യക്ഷമമായിട്ടും ഒക്കെ നടത്താൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഈ ചർച്ചയുടെ അരമണിക്കൂർ ആരാണ് ഉത്തരവാദി എന്നുള്ള ചർച്ച നടത്തിയത് അർത്ഥമില്ലാത്തതായി പോയില്ലേ എന്ന് ഞാൻ ശങ്കിക്കുകയാണ്. ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് ഈ നിർഭാഗ്യകരമായ അനുഭവത്തിൽ നിന്നും പാഠം പഠിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതല വഹിക്കുന്ന നേതാക്കളെല്ലാം സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും കാര്യക്ഷമമായിട്ടും ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്തണം. ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ കൊച്ചി നഗരസഭയിലെ മാലിന്യ സംസ്കരണവും എല്ലാം ഒരു കൊല്ലം മുൻപ്, ഏതാണ്ട് കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് നമ്മുടെ വലിയൊരു പ്രശ്നമായി വന്നത് ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ മാലിന്യങ്ങളെല്ലാം സംഭരിച്ച് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഇതെല്ലാം കൂടെ സംഭരിച്ച് തീ വയ്ക്കുകയാണ്. അവിടെ ബയോ മൈനിങ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ശുദ്ധമാക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ കോൺട്രാക്ടർ മൈനിങ് ചെയ്ത് ബുദ്ധിമുട്ടുന്നത് എന്തിനാണ്? ആളുകളുടെ കണ്ണ് മറയുമ്പോഴേക്കും മഴയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് എല്ലാത്തിനും തീ വെച്ച് കളയാം, മാലിന്യത്തിന് മുഴുവൻ. പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് മുറകളും എല്ലാം ഉൾപ്പെടുന്ന മാലിന്യത്തിന് ഇങ്ങനെ തീ വെച്ച് വിഷവാതകം നമ്മുടെ നഗരത്തിലെ ജനങ്ങളെ കൊണ്ട് ശ്വസിപ്പിക്കുന്ന ദയനീയമായ സ്ഥിതിയാണ്. ഈ മാലിന്യം സംഭരിക്കുകയും ശുചിയായ രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യേണ്ടത് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, വൃത്തിയായി കാഴ്ച നടക്കുന്നതിന് മാത്രമല്ല, ജനങ്ങളുടെ ആരോഗ്യത്തിൽ ഇത് സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കേരളം സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതിയിൽ രക്ഷപ്പെടാൻ എന്താണ് വഴി? ഇവിടെ രക്ഷപ്പെടാനുള്ളൊരു പ്രധാന വഴിയാണ് ടൂറിസം വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക. ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ ഈ മാലിന്യ കൂമ്പാരങ്ങളെല്ലാം ഒഴിവാക്കണം. ഏറ്റവും പ്രഥമവും പ്രാഥമികവും ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പം മാലിന്യം നീക്കത്തിനകത്ത് നമുക്ക് പുതിയൊരു സംസ്കാരവും പുതിയൊരു സമീപനവും ഒപ്പം അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും ജനങ്ങളുടെ സഹകരണവും ഒക്കെ ഉണ്ടാവണം എന്ന് താങ്കൾ ചൂണ്ടിക്കാണിക്കുക. അതല്ല മൗലികമായൊരു പ്രശ്നമാണ്. അഡ്വക്കേറ്റ് ഗിരികുമാർ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കിപ്പോഴും റെയിൽവേയുടെ ഒരു പ്രശ്നവും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാണോ ഇത്തരം പ്രശ്നങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദികൾ അവരെയൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. അതിൽ കോർപ്പറേഷനുണ്ട്, നിശ്ചയമായും കോർപ്പറേഷൻ്റെ പങ്കാളിത്തം ചോദ്യം ചെയ്യാം. പക്ഷെ അത് ചോദ്യം ചെയ്യുമ്പോൾ റെയിൽവേയെ ഞങ്ങൾ സംരക്ഷിക്കും, റെയിൽവേയോട് ആരും ഒന്നും ചോദിക്കേണ്ട, റെയിൽവേക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. മേയർ ചോദിക്കുകയാണ്, റെയിൽവേയുടെ നോക്കൂ, ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മാലിന്യം പുറന്തള്ളൽ ഗ്രൂപ്പുകളിൽ ഒന്ന് റെയിൽവേ ആണ്. എന്ന് വെച്ചാൽ ഒരു വൻകിട മാലിന്യ കേന്ദ്രം, നിർമ്മാതാക്കൾ എന്ന നിലയ്ക്കാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ആരെ? റെയിൽവേ. ആ റെയിൽവേക്ക് എവിടെയാണ് മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രം ഉള്ളത്? നിങ്ങൾ ഇവിടെ വരുന്ന മാലിന്യങ്ങൾ എവിടെയാണ് നിങ്ങൾ സംസ്കരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ഇതിനകത്ത് റെയിൽവേക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അതുകൂടി പറയും. എന്തിനാണ് നിങ്ങൾ റെയിൽവേ സംരക്ഷിക്കാൻ നിൽക്കുന്നത്? റെയിൽവേ സംരക്ഷിക്കുക എന്നുള്ളതല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കുകയോ നമ്മൾ എടുത്തു കാണിക്കുകയോ ചെയ്തത്. ഇതിൻ്റെ യാഥാർത്ഥ്യ സത്യസന്ധമായിട്ടുള്ള വിലയിരുത്തലാണ് നടത്തുന്നതെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് പോകണം. ശ്രീയക് സാറ് സൂചിപ്പിച്ചതുപോലെ ഇത് വീടുകളിലെ മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വേണം. ഇതിൻ്റെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന രീതിയിൽ അവരുടെ കടമയാണ്, കർത്തവ്യമാണ്.
ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും. അപ്പോൾ അവർ ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുക തന്നെ വേണം. ഈ തിരുവനന്തപുരം നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി എന്താണ്? കഴിഞ്ഞ ഒരു 2-3 കൗൺസിൽ പീരീഡായിട്ട് എടുക്കുമ്പോൾ ഓരോ തവണത്തെ ഭരണാധികാരികൾ വരുമ്പോൾ ഓരോ തവണ രീതികളിലേക്ക് കടക്കുകയല്ലേ. പൈപ്പ് കമ്പോസ്റ്റിങ്ങിലേക്ക് കടക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റു മാർഗങ്ങളിലേക്ക് പോകുന്നു, കിച്ചൺ ബിന്നിലേക്ക് പോകുന്നു, ഇനി ഒരുമിച്ചെടുത്ത് തുമ്മൂറ് മൊഴി പറയുന്നു, ഇപ്പോൾ വീണ്ടും ഹരിതകർമ്മസേന വരുന്നു, ഇപ്പോൾ പ്രൈവറ്റ് ഏജൻസികളെ കൊണ്ട് കെട്ടിടങ്ങൾ സ്ഥാപനങ്ങളുടെ മാലിന്യം കളക്ട് ചെയ്യുന്നു. കൃത്യമായിട്ടുള്ളൊരു കേന്ദ്രീകൃതമായിട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ പദ്ധതി എന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഈ തുടർച്ചയായി 10, 45, 50 വർഷത്തോളമായിട്ട് ഒരേ ഭരണസമിതി ഭരിച്ചിട്ട് എന്തുകൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല? അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ യഥാർത്ഥ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. നമ്മൾ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ് ആരുടെ അല്ല എന്നുള്ളത് പറയുമ്പോൾ ഈ മാലിന്യം വന്നതുകൊണ്ടാണല്ലോ അവിടെ അടിഞ്ഞു കൂടുന്നത്. അതിൻ്റെ കൃത്യമായി മാലിന്യം സംസ്കരിക്കാൻ തിരുവനന്തപുരം നഗരസഭയുടെ പദ്ധതി എന്താണ്? ഇപ്പോൾ നമ്മൾ പറയുന്നു ഹരിതകർമ്മസേന വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് എടുക്കുന്നു, മറ്റ് വേസ്റ്റുകൾ എടുക്കുന്നു, നമ്മൾ കിച്ചൺ ബിന്നിലൂടെ ഇത് ചെയ്യണം. കിച്ചൺ ബിന്ന് 50,000 കിച്ചൺ ബിന്ന് വാങ്ങിയെന്നാണ് നഗരസഭയുടെ കണക്ക്. 9 കോടി രൂപയാണ് ഈ തിരുവനന്തപുരം നഗരസഭയുടെ കഴിഞ്ഞ കൗൺസിൽ പീരീഡിൽ ശ്രീ വി കെ പ്രശാന്തൊക്കെ ഇപ്പോഴത്തെ MLA മേയർ ആയിരിക്കുന്ന സമയത്ത് ചെലവഴിച്ച് വാങ്ങിയത്. ഈ 50,000 കിച്ചൺ ബിൻ എവിടെയെങ്കിലും പ്രായോഗിക തലത്തിൽ കൃത്യമായി പരിപാലിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ ഈ വേസ്റ്റുകൾ പുറന്തള്ളപ്പെടില്ലേ? ഹരിതകർമ്മസേന എടുക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ക്ലീൻ കേരള കമ്പനി മറ്റുമൊക്കെ പേരുകൾ പറയുന്നുണ്ട്. അതെവിടെയാണ് യഥാർത്ഥത്തിൽ പോകുന്നത്? അന്വേഷണം ഉണ്ടായിട്ടുണ്ടോ? ഇന്നലെ ഒരു മാധ്യമം കാണിച്ചത് തിരുവനന്തപുരം നഗരസഭയുടെ ലോറിയിൽ നിന്ന് ഈ പ്രശ്നം നടന്നതിൽ നിന്ന് കേവലം ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ബണ്ട് റോഡിലേക്ക് തിരുവനന്തപുരം നഗരസഭയുടെ ലോറിയിൽ നിന്ന് നഗരസഭയുടെ ജീവനക്കാരെ കൊണ്ട് ആ വേസ്റ്റ് റോഡ് അരികിലേക്ക് തള്ളുന്നു. അത് നേരെ തൊട്ടടുത്തുള്ള ആറിലേക്ക് വീഴുന്ന കാഴ്ച മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. സാധാരണക്കാരൻ നടന്നുപോയ ഒരു വഴിയാത്രക്കാരൻ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. ഈ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടെ കൗൺസിലർമാരാണ്. നമ്മളൊക്കെ ഇത് ചോദിക്കുന്ന സമയത്ത് കൃത്യമായ മറുപടി പറയാതെ ഈ എന്തിനേറെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞതാണ് കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണമെന്ന് പറഞ്ഞതാണ്. അത് ഇന്ന് വരെ പ്രാവർത്തികമാക്കാൻ അതേ ഭരണസമിതി, അതേ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്ക് തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് ഈ പ്രശ്നം. റെയിൽവേ കുറ്റപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം, പക്ഷേ റെയിൽവേയുടെ കാരണം നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നുവെങ്കിൽ മൃതദേഹം അവിടെ നിന്ന് കിട്ടേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യവും യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തുമ്പോൾ അവിടെ സൂചിപ്പിച്ചോട്ടെ. ഹലോ, ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. ഈ ഇപ്പോഴും നടത്തുന്ന പ്രവർത്തനങ്ങളിൽ പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ, നിരീക്ഷണം നമുക്കുണ്ടോ? എങ്ങനെയാണ് ഇത്രയും ലോഡ് കണക്കിന് പ്ലാസ്റ്റിക്കുകൾ കേവലം ഞാൻ ഈ പറയുന്ന പ്രദേശം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ പഴവങ്ങാടി തോടെന്ന് പറയുന്ന തുടങ്ങുന്നത് വെള്ളയമ്പലത്ത് നിന്നാണ്. വെള്ളയമ്പലത്ത് നിന്ന് ബേക്കറി ജംഗ്ഷൻ വഴി തമ്പാനൂരിലേക്ക് എത്തുമ്പോൾ ഈ കേവലം ഒരു 2.5 കിലോമീറ്ററിനകത്ത് ഇത്രയും ലോഡ് മാലിന്യം വരണമെങ്കിൽ അത് പലരും ബോധപൂർവ്വം അതിൽ തള്ളുന്നത് കൊണ്ടാണ്. അതിന്റെ നിരീക്ഷണ സംവിധാനം എന്തുകൊണ്ടില്ല? ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സ്റ്റാൻലിയും ഇന്നിപ്പോ ഈ മൃതദേഹം കിട്ടിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകളോട് സംസാരിക്കുന്ന മീഡിയ, അവിടുത്തെ പ്രദേശവാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ആർക്കും മാലിന്യങ്ങൾ വലിച്ചെറിയാം, ഇവിടെ നോക്കൂ ആളുകളുടെ വീട്ടുമാലിന്യങ്ങൾ അടക്കമുള്ള സംഗതികൾ ഇവിടെ ഉണ്ട്. ഇത് മാലിന്യം ആർക്കും ഒരു തടസ്സവുമില്ലാതെ ആരെയും ഭയപ്പെടാതെ വലിച്ചെറിയാൻ കഴിയുന്ന ഒരു അംഗീകൃത ഏരിയ ആയിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രോപ്പർ മോണിറ്ററിംഗ് സംവിധാനമോ അല്ലെങ്കിൽ അത് തടയാനുള്ള കോർപ്പറേഷൻ്റെ ഇടപെടലോ മാലിന്യം നീക്കി ശുദ്ധമാക്കാനുള്ള എന്തെങ്കിലും ഒരു പദ്ധതിയോ ഒന്നും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ തിരുവനന്തപുരത്തെക്കുറിച്ച് കാണുമ്പോൾ ആമയിഴഞ്ചാൻ തോട് എന്ന് വെച്ചാൽ മാലിന്യത്തിൻ്റെ ഒരു തോട് എന്നാണ് ആളുകളുടെ ഒരു കാഴ്ചപ്പാടതാണ്. അവിടേക്ക് മാലിന്യം വലിച്ചെറിയാം എന്നതാണ്. അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ ഒരു പ്രോപ്പർ ഒരു മോണിറ്ററിങ്ങോ അല്ലെങ്കിൽ ഒരു ആളുകളെ തടയാനോ കൃത്യമായിട്ടുള്ള മാലിന്യ നീക്കം നടപ്പിലാക്കാനോ അതിലൊന്നും കോർപ്പറേഷൻ വിജയിച്ചിട്ടില്ല എന്നാണ് സത്യം. അവിടെ വിജയിച്ചെന്ന് നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല. അതിൻ്റെ ശ്രമകരമായ ഇടപെടലുകളിലൂടെ നടന്നു പോവുകയാണ്. അതിന് മാലിന്യ നിർമ്മാർജ്ജനം കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം വളരെ ജനസാന്ദ്രത കൂടിയ ഒരു നഗരവൽകൃത സമൂഹമാണ്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മാലിന്യ കൂമ്പാരങ്ങൾ നമുക്ക് വളരെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നഗരസഭ പൂർണ്ണമായും മാലിന്യ നിർമ്മാർജ്ജനം ക്ലീനായി ചെയ്യുന്നു എന്നുള്ള അവകാശമൊന്നും എനിക്കില്ല. കുറവുകളുണ്ടാവാം തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ അവിടെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ പരിശീലനവും ബോധവൽക്കരണം നിരന്തരം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.
അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടാവുന്ന അജൈവമായ മുഴുവൻ മാലിന്യങ്ങളും നഗരസഭ ക്യാമ്പുകൾ മുഖാന്തരവും ഹരിതകർമ്മസേന മുഖാന്തരവും വീട് ടു വീട് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ക്ലീൻ കേരള മിഷനാണ് നമ്മളിൽ നിന്ന് ഏറ്റെടുക്കുന്നത്. അത്തരത്തിൽ വിവിധ ഫാക്ടറികളിലേക്ക്, വിവിധ റീസൈക്ലിംഗ് ഫാക്ടറികളിലേക്ക് നൽകുന്നതാണ് ഇപ്പോഴുള്ള ഒരവസ്ഥ. തീർച്ചയായിട്ടും അത് മാത്രം ആയാൽ പോരാ. മാലിന്യ സംസ്കരണത്തിൽ ഒരു ശൈലി തന്നെ നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നുള്ളൊരു രീതിയിലേക്ക് എൻ്റെ വാർഡിലടക്കം ചില വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമാണ്. ആ ഒരു ശീലം നമുക്ക് മാലിന്യ സംസ്കരണത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കേരളീയ സമൂഹത്തിൽ നാളിതുവരെ ആയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് കോർപ്പറേഷൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല. കോർപ്പറേഷൻ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വലിയൊരു പങ്ക് തന്നെയാണ് വഹിക്കേണ്ടത്, അതിന് കടമയുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാ വിഭാഗവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പറയുമ്പോൾ വിശാലവാചകം പറയാം, എല്ലാവരും ഒരുമിച്ച് ചേരണം, എല്ലാവരുടെയും സംസ്കാരപരമായ മാറ്റം വരണം എന്നൊക്കെ പറയാം. അങ്ങനെ സംസ്കാരപരമായ മാറ്റം വന്നിട്ടില്ലെങ്കിൽ, ആളുകൾ ചെയ്യുന്നില്ല എങ്കിൽ ചെയ്യിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഉണ്ടല്ലോ. മാലിന്യം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ നീക്കം ചെയ്യുക. അതൊരു നേരത്തെ സുന്ദരമാക്കിയ ഒരു സ്ഥലത്ത് നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ സ്വീകരിക്കുന്നുണ്ട് നമുക്കത് കണ്ടാൽ തോന്നില്ല. അതിനാവശ്യമായ സ്ക്വാഡുണ്ട്, അതിനാവശ്യമായ ശുചീകരണ തൊഴിലാളികളുണ്ട്, അതിനാവശ്യമായ ഹെൽത്ത് സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. അതിൻ്റെതായ പരിമിതികളുണ്ട്, അതൊന്നും നമ്മൾ വിസ്മരിക്കുന്നില്ല. ആ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും കോർപ്പറേഷൻ നടത്തുന്നുണ്ട് എന്ന് പറയാനാണ് എനിക്ക്. അല്ല, നടത്തുന്നതിൻ്റെ റിസൾട്ട് എന്താണ് ചോദിക്കുക? അങ്ങനെ നടത്തുന്ന റിസൾട്ട് എന്താണ്? ഇപ്പൊ 50 ടൺ അല്ല ഒരു ലോഡ് നീക്കേണ്ടി വരിക, 40 ലോഡ് നീക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഇതിനിടയ്ക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്ന് ശേഖരിച്ച് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്, സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ജൈവമാലിന്യം അംഗീകൃത ഏജൻസികൾക്ക് നൽകിക്കൊണ്ട് അത്തരം മാലിന്യത്തെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി മാറ്റാൻ കഴിയുന്ന രൂപത്തിലുള്ള പരിമിതമായ സാഹചര്യത്തിൽ നിന്നുള്ള മാലിന്യ നിർമ്മാർജ്ജനം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ചില സാമൂഹ്യ വിരുദ്ധ ശക്തികൾ, നേരത്തെ ശ്രീ ഗിരി തന്നെ സൂചിപ്പിച്ച ബോധപൂർവം കൊണ്ട് ഈ പറയുന്ന ജലാശയങ്ങളിൽ കൊണ്ട് തള്ളുന്ന എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ സമ്മതിക്കുകയാണ് സ്റ്റാൻലി ഡിക്രൂസ്. അതായത് ഞങ്ങളുടെ പരിമിതമായ പണി ഞങ്ങൾ എടുക്കുന്നുണ്ട്, മറ്റൊന്ന് സാമൂഹ്യ വിരുദ്ധർ ഇറങ്ങി തിരിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ചോദ്യമൊക്കെ ചോദിക്കാനും പരിമിതി പറയാനും അല്ലല്ലോ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ചുമതല. പരിമിതിയെ മറികടക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. അതാണ് ഇപ്പൊ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിമിതിയെ മറികടക്കുവാനുള്ള നിരന്തര ശ്രമമാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കഴിഞ്ഞ ഏറ്റവും കുറഞ്ഞ ഒരു പതിറ്റാണ്ടായി ആമയിഴഞ്ഞാൻ തോട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നോ നാളെയോ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല മാലിന്യ നിർമ്മാർജ്ജനം. മഴക്കാല പൂർവ്വശുചീകരണത്തിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല. അടുത്ത സമയത്ത് മാലിന്യം കൊണ്ട് തള്ളിയ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ വാഹനം ഈ നഗരസഭാ ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ ഇടപെട്ട് സൗജന്യമായി അത് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവർ പറയുന്ന സാമൂഹ്യ വിരുദ്ധനെ പ്രോത്സാഹിപ്പിച്ചതാണ്. നഗരസഭയ്ക്കകത്ത് വലിയ വിവാദമായതാണ്. എന്തുകൊണ്ട് കൃത്യമായ നിരീക്ഷണം നടത്തി അയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല? ഇനി ഒരു കാര്യം കൂടി, കയ്യേറ്റങ്ങൾ ഞാൻ എതിർക്കാൻ വരുന്നില്ല. കാരണം തോട് കയ്യേറ്റം ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് കുഴപ്പമൊന്നുമില്ല. അല്ല സ്റ്റാൻലി, യാഥാർത്ഥ്യത്തോടു കൂടി പറയുന്നു. നിങ്ങൾക്ക് കണ്ണിക്കാം, ഈ തോടിന്റെ കയ്യേറ്റങ്ങൾ നിങ്ങൾക്ക് ഒഴിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? കിള്ളിയാറിന്റെ ഇരുവശത്തും ഉണ്ടായിട്ടുള്ള കിള്ളിയാറിന്റെ ഇരുവശത്തുള്ള കയ്യേറ്റങ്ങൾ നമ്മൾ പച്ചയായി കാണുകയാണ്. മാസങ്ങൾ അല്ലെ ഒരു ദിവസങ്ങൾ കൊണ്ട് കെട്ടിടങ്ങൾ ഈ കയ്യേറി കെട്ടുന്ന കെട്ടിടങ്ങളുടെ എല്ലാ മാലിന്യങ്ങൾ നേരെ ഈ ആറിലേക്കും തോടിലേക്കും പോവുകയാണ്. വിഷയം തോട് കയ്യേറ്റവും നിജേഷ് അരവിന്ദ്, ഈ ജോയിയുടെ മരണം ഒരർത്ഥത്തിൽ രക്തസാക്ഷിത്വമാണ്. ജോയിയുടെ മരണം സങ്കടകരമാണ്, കേരളം സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചതാണ്. ജോയിയുടെ മരണത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് സർക്കാർ ഒഴിയുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ടോ ശ്രീ നിജേഷ് അരവിന്ദ്? ഗവൺമെന്റ് അതിന്റെ പ്രയാസം ഉൾക്കൊള്ളുന്നു, അത് ഏറ്റെടുക്കുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുടുംബത്തിന് ആവശ്യമായി ചെയ്യുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഒഴിഞ്ഞു കളയുന്നു സർക്കാർ എന്നുണ്ടോ? ഞങ്ങളുടേത് മാത്രമല്ല, റെയിൽവേക്ക് കൂടി ഇതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യം പറയാനുള്ള ബാധ്യത നിറവേറ്റിയല്ലേ ഗവൺമെന്റ് ചെയ്യുന്നുള്ളൂ. നിജേഷ്, അല്ല, നമ്മളെപ്പോഴും പറയുന്നതാണ് ഇത് കേരളമാണ് എന്ന്. ഈ ചോദ്യം നമ്മളോട് പലവട്ടം ആവർത്തിച്ച് ചോദിക്കണം, ഇത് കേരളമാണോ എന്ന്. ഇപ്പോ ഇടതുപക്ഷ മുന്നണിയുടെ കൗൺസിലർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു,
7 കിലോമീറ്റർ തോട് സംരക്ഷിക്കാനുള്ള യാതൊരു ഉപാധിയും ഞങ്ങളുടെ കൈവശമില്ല. അദ്ദേഹം കുറെ ക്ലീശേ വാക്കുകൾ, ഉറവിട സംസ്കരണം തുടങ്ങി കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ കേൾക്കുന്ന വാക്ക് പറഞ്ഞു. ഒരു 7 കിലോമീറ്റർ നീളത്തിലുള്ള നഗരത്തിന്റെ നടുവിലൂടെ പോകുന്ന വെള്ളയമ്പലം തുടങ്ങി പോകുന്ന ഒരു തോട്ടിലേക്ക് നിരന്തരമായി മാലിന്യങ്ങൾ ഇടുമ്പോൾ അത് തടയാനുള്ള നിയമം പാലിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ? ഇതാണല്ലോ ഇതിന്റെ മൂലകാരണം. ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുന്നില്ല, ആരെയും കുറ്റപ്പെടുന്നില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ അധികാരം ജനങ്ങളിലേക്ക് വരുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുക്കുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 10,000 1000 1500 വീടുകൾ വെച്ച് കൗൺസിലർമാർ വരുന്നു, 100ഓളം കൗൺസിലർമാർ അവിടെയുണ്ട്. അതിന് താഴെയായിട്ട് ഗ്രാമസഭകളും അയൽസഭകളും ഒക്കെയുണ്ട്, ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്, ഹരിതകർമ്മ സേനയുണ്ട്, സ്വാശ്രയ സംഘങ്ങളുണ്ട്, ഒരുപാട് സംഘടനാ സംവിധാനങ്ങളുണ്ട്, സർക്കാരും സർക്കാർ ഇതര സംഘടനയുമുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഒരു ഇടപെടൽ അവിടെ നടക്കുന്നില്ല. ഞാൻ ഇന്നലെയൊക്കെ മേയറുടെ വാർത്താ സമ്മേളനങ്ങൾ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു 117 മീറ്റർ ആകെ പ്രശ്നമാണ്, ബാക്കിയെല്ലാം ക്ലീൻ ആണ്, മിസ്റ്റർ ക്ലീൻ ആണ് എന്ന രീതിയിലാണ് ബഹുമാനപ്പെട്ട മേയർ സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആകെ കൊഴിഞ്ഞു കിടക്കും. നമ്മൾക്കറിയാം തിരുവനന്തപുരത്തിന്റെ അവസ്ഥ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മഴ പെയ്താൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ എത്രയോ കാലമായിട്ടുണ്ട്. എന്ത് പോസിറ്റീവ് സ്റ്റെപ്പ് എടുക്കാൻ കഴിഞ്ഞു? തലസ്ഥാന ജില്ലയല്ലേ, നമ്മുടെ തലസ്ഥാന ജില്ലയിൽ മഴ പെയ്താൽ നടക്കാൻ പറ്റില്ല, എന്ത് സ്റ്റെപ്പ് എടുത്തു? പലപ്പോഴും ഒരു കേരളീയം നടത്തിയത് ഈ ചോദ്യം ഒരു കേന്ദ്രീകരണ മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവന്നപ്പോഴേ തുരങ്കം വെച്ചവരാണ് കോൺഗ്രസ്സുകാര്. അന്നത്തെ അങ്ങനെയൊന്നും പറയരുത്. കോൺഗ്രസ് തുരങ്കം വെച്ചത് കൊണ്ടാണ്, കോൺഗ്രസ് തുരങ്കം വെച്ചത് കൊണ്ടാണ് 140 സീറ്റിൽ 100 സീറ്റും നിങ്ങൾ കുറെ നാൾ ഭരിച്ചല്ലോ. എവിടെയെങ്കിലും സ്ഥാപിച്ചോ? എവിടെയെങ്കിലും സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചോ? ഈ പറയുന്ന മാലിന്യ പ്ലാന്റ് കൊണ്ടുവരാൻ എന്ത് കാഴ്ചപ്പാടാണ് കോൺഗ്രസ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എന്ത് കാഴ്ചപ്പാടാണ്? അത് പറയാം. എന്താണ് നിങ്ങൾ നടപ്പിലാക്കിയത്? കൊച്ചി നഗരസഭ കുറെ കാലം കൊണ്ട് ഭരിച്ചല്ലോ. അവിടെ എന്ത് മാലിന്യ സംസ്കരണ സംവിധാനമാണ് നിങ്ങൾ ഏർപ്പെടുത്തിയത്? അത് പറയാം. കൊച്ചി നഗരസഭ നിങ്ങൾ കുറെ കാലമായിട്ട് ഭരിച്ചിരുന്നല്ലോ. ഇപ്പോഴാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കാൻ തുടങ്ങിയത്. അവിടെ എന്ത് മാലിന്യ സംസ്കരണമാണ് ശാസ്ത്രീയമായി നിങ്ങൾ നടപ്പിലാക്കിയത്? ഒരു മാതൃക പറയണം. ഒരു മാതൃക പറയാൻ കോൺഗ്രസ് തയ്യാറാകണം. നഗരസഭ ഇന്ന കാര്യങ്ങൾ ചെയ്തു. കൊച്ചിയുടെ കാര്യം ദയവ് ചെയ്ത് കൊച്ചിയുടെ കാര്യം കൂടി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കഴിഞ്ഞ തവണ നമ്മൾ കേട്ടതാണ്, ഇതേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അന്ന് വന്ന മുതല കണ്ണീരൊഴുക്കിയത് നമ്മൾ കണ്ടതാണ്. കൊച്ചിയിലെ മാലിന്യം എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൊണ്ട് കത്തിച്ചു. ആ കത്തിച്ച ആ വിഷവാതകം ശ്വസിച്ച കൊച്ചിക്കാർ വീടൊഴിഞ്ഞു പോയി. അത് നമ്മൾ കണ്ടതാണ്. എന്ത് ചെയ്തു? കൊച്ചിക്ക് ജനാധിപത്യ അധികാരം കിട്ടിയിട്ട് അതല്ലേ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാഴ്ചപ്പാടില്ല. ആ സമയത്തും കഴിഞ്ഞ വർഷം ഭരിച്ചത് മൂന്ന് വർഷമായി ഭരിക്കുന്നത് അനിൽകുമാർ. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്ത്? അത് പറയാം. കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്ത് പറയാം? കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് തന്നെയാ പറയുന്നത്. ഞങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയാണ് ഇതുപോലെയുള്ള ദുരന്തം സംഭവിച്ചത്? ഞങ്ങൾ എവിടെയാണ് ഇടപെടാത്തത്? ഞങ്ങൾ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് രാഷ്ട്രീയം മുന്നിൽ വെച്ചിട്ടുള്ള ചർച്ചയിലേക്ക് പോയാൽ എവിടെ എത്താത്ത വിധമുള്ള കുഴപ്പം എല്ലായിടത്തും കാണാൻ കഴിയുന്നു. PC സിറിയക്ക് ഈ മാലിന്യ സംസ്കരണ വിഷയത്തിൽ നമ്മൾ ആധുനികമായ ഒരു സംസ്കാരത്തിലേക്ക് മാറണം എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ കാലമായി മാലിന്യ സംസ്കരണ ചർച്ചകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴെല്ലാം നമ്മൾ വികേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തെക്കുറിച്ച്, കേന്ദ്രീകൃത സംസ്കരണത്തെക്കുറിച്ച്, ആളുകളുടെ ജീവിത സംസ്കാരത്തിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളെക്കുറിച്ച്, ഉറവിട മാലിന്യ സംസ്കരണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു, നടപടിയാവുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭരണകൂടങ്ങളിൽ കുറച്ചുകൂടി വിഷണറി ആവുക, പ്രോപ്പർ ആക്ഷൻ എടുക്കുക, കർക്കശമാവുക എന്നതൊക്കെയല്ലേ ഇതിന് തുടക്കം കുറിക്കാൻ ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ആ പോർഷൻ നമ്മൾ ഇപ്പോഴും ലാക്ക് ചെയ്യല്ലേ ശരിക്കും സിറിയക്ക്? അതെ, അതിൽ ശരിയാണ്. എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ ഉറവിടത്തിൽ സംസ്കരിക്കണമെന്നെല്ലാം ആഹ്വാനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് നടപ്പിലാക്കാൻ വേണ്ടി കർശനമായ നിലപാടുകളെടുത്ത് തെറ്റ് ചെയ്യുന്നവരെ പിടിച്ച് ശിക്ഷിക്കണം. ഒരു വിധത്തിൽ നോക്കിയാൽ ഇപ്പോഴത്തെ ഭരണകൂടം, കേരള സർക്കാരും അതിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും എല്ലാം കുറച്ച് സജീവമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ കൊല്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്രഹ്മപുരത്തെ വിഷവാതക പ്രയോഗത്തിന് ശേഷം അതിൽ നിന്ന് കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയ്ക്ക് ചെറിയ ഒരു ഗുണപരമായ മാറ്റം
അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ അവരുമായിട്ടൊരു 2 ആഴ്ച മുമ്പ് സംസാരിക്കാൻ അവസരം കിട്ടി. അപ്പോൾ അവർ പറയുകയായിരുന്നു കഴിഞ്ഞ 1 കൊല്ലത്തിനിടയ്ക്ക് കുറേ അധികം മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ടെന്ന്. അത് തുടർച്ചയായിട്ട് കൊണ്ടുപോകണം. ഇന്നിപ്പോൾ ഒരു നിർഭാഗ്യകരമായ ഒരു സംഭവം നടന്നത് ആ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേരളത്തെ മുഴുവൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ്, നിർഭാഗ്യകരമാണെങ്കിൽ പോലും. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഇവിടെ 3-4 കനാലുകളുണ്ട്. ഒരു പേരണ്ടൂർ കനാലുണ്ട്, ഇടപ്പള്ളി തോടുണ്ട്, രാമേശ്വരം തോടുണ്ട്, മുല്ലശ്ശേരി കനാലുണ്ട്. ഈ 4 കനാലുകളിൽ 4 തോടുകളിൽ മാലിന്യ കൂമ്പാരങ്ങൾ ഇടയ്ക്ക് ഈ പ്ലാസ്റ്റിക് കവറുകളും മറ്റും വലിച്ചെറിയുന്ന ആ സ്ഥിതി ഒന്ന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 4 തോടുകളും ശുദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ അവിടെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിപൂർണമായ പരിഹാരം ഉണ്ടാകും. ഇതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെപ്പറ്റി ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് അത്ര നിശ്ചയമില്ല. അവിടെ ഇതുപോലെ 3-4 കനാലുകൾ കാണും. അവിടെ കൂടുന്ന മാലിന്യങ്ങളെല്ലാം അത് നീക്കം ചെയ്യുക, അതിൽ കൂടുതൽ പുതുതായിട്ട് ഇവിടെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുവേണ്ടിയാണ് ഈ ഓരോ വീട്ടിലും ചെന്ന് സംഭരിക്കണമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ മാലിന്യം എന്ന് പറയുന്നത് വലിയൊരു സമ്പത്താണ്. അതിൽ നിന്നും ആളുകൾ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. ഒരു മലയാളി തന്നെ ബോംബെയിലെ മാലിന്യം മുഴുവൻ സംസ്കരിക്കാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി അവിടെ അദ്ദേഹം കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന വിവരം നമ്മൾ ഈയിടെ പത്രത്തിൽ വായിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഇവിടെയും എല്ലാ മുനിസിപ്പാലിറ്റി തന്നെ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരല്പം സ്വകാര്യവൽക്കരണം ഈ മേഖലയിൽ ചെയ്യുന്നതിൽ പോലും തെറ്റില്ല. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി റിഫൈനറിക്കാർ ഒരു പുതിയ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ കേന്ദ്രം പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10-30 കോടി രൂപ മുടക്കുന്നു. അതുപോലെ തിരുവനന്തപുരത്ത് വെളുപ്പിൽശാലയിൽ കുറേ കൊല്ലം മുമ്പ് ഒരു കേന്ദ്രീകൃത സംവിധാനം തുടങ്ങിയെങ്കിലും നിർഭാഗ്യകരമായ പല സംഭവവികാസങ്ങളും എതിർപ്പുകളും ഉണ്ടായി അത് ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രീകൃത മാലിന്യ സംഭരണവും വേണം. അതേസമയം ഓരോ വീട്ടിലും നിന്ന് സംഭരിച്ച് അവിടെ സംസ്കരിക്കുന്ന ഒരു രീതി. ഓരോ റെസിഡൻസ് അസോസിയേഷനും തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെയുണ്ട്. ഈ റെസിഡൻസ് അസോസിയേഷനെയും ചില ചുമതലകൾ കോർപ്പറേഷൻ ഏൽപ്പിക്കണം. കൗൺസിലറുടെ മാത്രം അധികാരത്തിൻ്റെ കീഴിൽ നിർത്താതെ കുറേ അധികാരങ്ങൾ അവർക്കും കൊടുക്കുക. അവരോട് പറയുക, നിങ്ങൾ ഓരോ റെസിഡൻസ് അസോസിയേഷനും അവിടെയുള്ള 200, 300, 500 വീടുകളിൽ നിന്ന് മാലിന്യം സംഭരിച്ച് മണ്ണിൽ അലിയുന്ന മാലിന്യം എങ്കിലും സംഭരിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കി വിതരണം ചെയ്യട്ടെ. എറണാകുളത്ത് അതുപോലെ, കൊച്ചി നഗരസഭയിൽ അതുപോലെ ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ അത് പലതും നിന്നുപോയി. കൊച്ചിയിലെ കാര്യത്തിന് മുഴുവൻ കോൺഗ്രസിനെയോ മാർക്സിസ്റ്റ് പാർട്ടിയോ മാത്രം കുറ്റി, 2 കൂട്ടരും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. എന്നാലും കാര്യം നടന്നിട്ടില്ല. ഇനിയെങ്കിലും ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ വിചാരം ഈ മാലിന്യം എന്നുള്ളത് ഒരു സമ്പത്താണ്, ഒരു വേസ്റ്റ് അല്ല. പ്രൊഡക്റ്റീവായ ആലോചനകൾ കൂടി ഉണ്ടാകും. സ്റ്റാൻലി, കോർപ്പറേഷൻ ഭരിക്കുന്ന നിങ്ങളാണ്. ആത്യന്തികമായ ചോദ്യം നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്. കാരണം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് നീക്കാനുള്ള ബാധ്യത. ഈ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുന്ന ഈ ദുരന്തത്തെ പ്രതീകം ഇല്ലാതാക്കും എന്ന് പറയാൻ ഇപ്പോഴും നിങ്ങൾക്ക് പറ്റുന്നില്ല. ഞങ്ങൾ പരിമിതമായി ചെയ്യുന്നുണ്ട്, ആ സാമൂഹ്യ വിരുദ്ധ പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നൊക്കെയാണോ? അത് ഞങ്ങൾ ശുദ്ധമാക്കും, അതൊരു മാലിന്യ കേന്ദ്രമല്ല എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയും എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഇപ്പോഴും നിങ്ങൾക്കില്ലേ? കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അതിനുള്ള ശ്രമകരമായ ഇടപെടലുകളാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറവിടത്തിലെ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ചുകൊണ്ട് വിവിധ ഫാക്ടറികളിലേക്ക് നൽകുന്നതിലൂടെയുമൊക്കെ നഗരസഭ ചെയ്തു വരുന്നത്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു ശൈലിയാക്കി അല്ലെങ്കിൽ ജീവിത ശൈലിയാക്കി ഇത് മാറ്റിയാൽ മാത്രമേ വലിച്ചെറിയൽ സംസ്കാരം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. ശിക്ഷാ നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ നിയമ ഭേദഗതികൾ കേരള സഭ തന്നെ ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട്. അതിനനുബന്ധിച്ചുള്ള ശിക്ഷാ നടപടികൾ ഇനി നഗരസഭയുടെ ഭാഗത്തുനിന്ന് കർശനമായി ഉണ്ടാകും. അത്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന നിലയിൽ മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെടുന്നവരെ സംബന്ധിച്ച് ഫോട്ടോ അടക്കം അല്ലെങ്കിൽ വീഡിയോ അടക്കം എടുത്ത് നഗരസഭാ സെക്രട്ടറിക്ക് അയച്ചാൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അയച്ചാൽ അത് കർശനമായ നിലപാട് തന്നെയാണ് നഗരസഭ സ്വീകരിച്ചു വരുന്നത്. അത് കുറെ കൂടി കർശനമാക്കണമെങ്കിൽ ഗവൺമെന്റ് തലത്തിലടക്കം ഇത്തരം വിഷയങ്ങൾ കർക്കശമാക്കാൻ നഗരസഭയ്ക്ക് കഴിയട്ടെ. ഇനിയൊരു രക്തസാക്ഷിയിൽ ഉണ്ടാവാതിരിക്കട്ടെ. പരസ്പരമുള്ള പഴിചാരലിനപ്പുറത്തേക്ക് പ്രൊഡക്റ്റീവായ നടപടിയിലേക്ക് പോകാൻ ഭരണകൂടങ്ങൾക്ക് കോർപ്പറേഷൻ ബാധ്യത ഉണ്ട് എന്നാണ്. എനിവേ, ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.